ആ കാണുന്ന ഒരു ഭാഗം കണ്ട അതിലങ്ങ് നടന്നത് അവിടം വരെ പോകാൻ പറ്റും. ഇതേ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതായത് ഒരു സ്വിമ്മിംഗ് പൂള് പോലില്ലേ നോക്കി, അതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. ഞാൻ പോകുന്ന വഴിയിലേ നോക്കുമ്പോൾ ക്രിക്കറ്റ് കളി. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ കാണുന്നത് ലൈവ് കോറൽസാണ്, ജീവനുള്ള കോറൽസാണ് ഇവിടെ ഉള്ളത്. പല കളറിലെ മീനുകൾ നമുക്ക് കാണാം. തിളങ്ങുന്ന പച്ച, താഴെ മഞ്ഞ, അങ്ങനത്തെ മീനൊക്കെ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വേലിയിറക്ക സമയം, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. വേലിയേറ്റം വരുമ്പോൾ ദേ ആ കാണുന്നതിൻ്റെ അത്രയൊക്കെ വെള്ളം വരും, അതായത് ഇതിൻ്റെ അത്രയൊക്കെ വരും. എന്നെക്കാളും പൊക്കത്തിലായിരിക്കും വെള്ളം. ഞാനേ ഇവിടെ നിന്ന് ഒരു കരിക്ക് മേടിച്ചാണ്. ഇതിൻ്റെ സൈസ് കണ്ട, ഇത് കണ്ട. ഈ ആൻഡമാനിലെ ബീച്ചുകളിലെ ഒരു പ്രത്യേകതയാണ്, ബീച്ചിൽ തന്നെ ഇത്രയും ഹൈറ്റുള്ള മരങ്ങൾ. എന്ത് രസവും നോക്കി. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നീല ഐലൻഡിൽ, അതായത് ഷഹീദ് ദ്വീപിൽ ഒരു 2 ദിവസങ്ങളിൽ നിൽക്കണമായിരുന്നു. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു ഭംഗി നോക്കി. അങ്ങനെ ആൻഡമാനിൽ വന്ന ശേഷമുള്ള മറ്റൊരു മനോഹരമായ സൂര്യാസ്തമയം കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയൊരു ദ്വീപിലോട്ട് പോകാണ്ട. ഒരു ശാന്തവും മനോഹരമായ ഒരു കൊച്ചു ദ്വീപ്, ഷഹീദ് ദ്വീപ് എന്ന് പറയും. പഴയ പേര് നീല ഐലൻഡ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാവലോക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് പഴയ പേരാണ്, സ്വരാജ് എന്ന് പറയുന്ന സ്വരാജ് ദ്വീപ്. ആ ദ്വീപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ ഒരു നീല ഐലൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പഴയ പേരാണ്ട, ഷഹീദ് ദ്വീപ്. അതായത് ശരിക്കും അതൊരു 7 കിലോമീറ്റർ ഉള്ളൂ. ഒരു അറ്റം തൊട്ട് ഈ അറ്റം വരെ പോയി കഴിഞ്ഞാൽ ഒരു 7 കിലോമീറ്റർ കൊണ്ട് ആ ദ്വീപ് തീരും. കുഞ്ഞൊരു കൊച്ചു ദ്വീപിലോട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബോട്ടിൽ തന്നെയാണ് പോകുന്നത്. ബോട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കി, രാവിലെ സമയം ഇപ്പോൾ എത്ര മണി? 7:15 കേട്ടോ. നമ്മുടെ 8:15 നമ്മുടെ ബോട്ടുള്ളത്. ജസ്റ്റ് ഒരു 1 മണിക്കൂർ മുമ്പൊക്കെ ചെന്നാൽ മതിയായിരിക്കും. പോയി നോക്കട്ടെ ജെട്ടിയിൽ. യെസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ എലിഫൻറ്റ് ബീച്ചിലോട്ടൊക്കെ ഉള്ള ബോട്ടുകളും പിന്നെ ഓരോ ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നതാണ് ജെട്ടി, കാണുന്നത് കണ്ടോ. ഈ അടുത്ത് തന്നെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഈ വഴിയിൽ ഈ ഒരു ഭാഗത്തായിരുന്നു താമസിച്ചത്. യെസ്. ഇവിടെ നിറച്ച് പട്ടികളാണ്, ഒരു രക്ഷയില്ല. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ബാഗൊക്കെ തൂക്കി വന്നപ്പോഴേ കുറച്ചുകൊണ്ട് വന്നു എല്ലാവരും കൂടി. ഞാൻ പിന്നെ കാണിച്ച് അത് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. കുഴപ്പമില്ല, ഞാൻ വിളിച്ച് പണി കിട്ടും. ഇത് കണ്ടോ, അത് കയാക്കിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ രാവിലെ എല്ലാം ആക്റ്റീവായി വരുന്നുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഈ ഒരു ജെട്ടിയുടെ ഭാഗത്ത്. ഞാൻ ഇവിടെ തന്നെ സ്റ്റേ എടുക്കാനുള്ള പ്രധാന റീസൺ ഒരു ആക്സസ് എളുപ്പം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മളെപ്പോഴും താമസം എടുക്കുന്നത്. ഇപ്പോൾ ജെട്ടി കണ്ടോ, ജസ്റ്റ് നടന്നാൽ മതി. ഇതിൻ്റെ പുറകിലാണ് ജെട്ടിയുടെ എൻട്രൻസ്. അപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ തന്നെ ബൈക്ക് റെൻറ്റിനൊക്കെ കിട്ടും. നമ്മൾ ഇന്നലെ ഇവിടെ മൊത്തം കറങ്ങിയത് സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ടാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് വന്നത്. ഒന്ന് വില പേശണം കേട്ടോ. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. വില പേശി 500 രൂപ കിട്ടും. നിങ്ങൾ 1-2 ദിവസത്തേക്കൊക്കെ ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ വില പേശി 500 ആക്കാൻ പറ്റും കേട്ടോ. 500 താഴാൻ സാധ്യതയില്ല. അതുപോലെ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് 800 രൂപയൊക്കെ ഉണ്ടാവും ബീച്ചിലോട്ടൊക്കെ പോകണമെങ്കിൽ. ഭയങ്കര റേറ്റാണ്. ഏറ്റവും ബെസ്റ്റ് പരിപാടി ബസ്സാണ്. നമ്മൾ ഇന്നലെ ബസ്സിൽ കയറി പോയ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. 20 രൂപ ഉള്ളൂ, 21 രൂപ രാധാനഗർ ബീച്ച് വരെ. ഇവിടെ തൊട്ടടുത്തൊക്കെ പോകാൻ 20 രൂപ കൊടുത്താൽ ഇലക്ട്രിക് ബസ് കിട്ടും. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇതാണ്ട ചെറിയൊരു പച്ചക്കറി കടയൊക്കെ ഉണ്ടോ, പഴമൊക്കെ തൂക്കിട്ടൊക്കെ നോക്കി. നമ്മൾ ഇന്നലെ ഇവിടുത്തെ ഗോവിന്ദ് നഗർ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ പോയാൽ, അതാണ് ഇവിടുത്തെ മെയിൻ ടൗണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ മാറിയിട്ട് അവിടെ വലിയ പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇതൊക്കെ 2 വീലർ റെൻറ്റിന് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട്. തുറന്നിട്ടില്ല, കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. നമ്മുടെ ജെട്ടിയുടെ മെയിൻ ഭാഗമൊക്കെ ഇതാണ് ഒരു സിറ്റി സെൻറ്റർ, അല്ലെങ്കിൽ സിറ്റി സെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് എൻട്രൻസ് ആണ് ഈ ദ്വീപിൻ്റെ. ഇവിടെയാണ് ജെട്ടി. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആൻഡമാനിലോട്ടൊക്കെ വരണമെങ്കിൽ ഈ trip.in ഇത് കണ്ടോ, ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആൻഡമാനിലോട്ടുള്ള പാക്കേജ് ടൂറുകൾ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി ഓർഗനൈസായി നമുക്ക് യാത്ര ചെയ്യാമല്ലോ, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻഡമാൻ പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ trip.in അതാണ് ഇവരുടെ പേര്. പോർട്ട് ബ്ലെയർ, ഹാവലോക്ക്, നീല ഐലൻഡ്, ഡിഗ്ലിപൂർ എല്ലാ സ്ഥലത്തേക്കുള്ള ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ യാത്ര ഇഷ്ടമുള്ള പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് പ്ലാനൊക്കെ ചെയ്യാൻ പറ്റും. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ കുപ്പിവെള്ളം നമുക്ക് 2 ലിറ്ററിൻ്റെ മാത്രമേ കിട്ടുള്ളൂ. അത് 40 രൂപയാണ് അതിന്. അതല്ലാണ്ട് ഇതിൻ്റെ ചെറിയ കുപ്പികളൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ആൻഡമാനിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. 2 ലിറ്ററിൻ്റെ കുപ്പി മാത്രമേ കുടിവെള്ളം മേടിക്കാൻ കിട്ടുള്ളൂ.
പിന്നെ തണുത്തതാണെങ്കിൽ 5 രൂപ എക്സ്ട്രാ മേടിക്കുക, അപ്പോൾ 45 ആവും. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, നോട്ടികയുടെ ഉണ്ടോ 8:15 നമ്മുടെ ബോട്ട് വന്നത്. അത് ഇവിടെ കാണിക്കണ്ടായിരിക്കും, ചോദിച്ചു നോക്കട്ടെ കേട്ടോ, അറിയില്ല. ഞാനിത് ഇവിടെ ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ എനിക്ക് PNRഉം പിന്നെ ബോർഡിംഗ് പാസ് വന്നു, ബോർഡിംഗ് പാസ് എഴുതിക്കണം. അതുപോലെ ബാഗേജ് ടാഗും തന്നിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ട് നമുക്ക് ജെട്ടിലോട്ട് പോകാം. ഇപ്പോൾ സമയം എത്രയും 7:30 ആവണേ ഉള്ളൂ, സമയമുണ്ട്. പിന്നെ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പറയണമെന്ന് വേണ്ട, ടിക്കറ്റ് ജസ്റ്റ് മൊബൈലിൽ കാണിച്ചാൽ മതി. ഒരു 7:30 ഇപ്പോൾ ഇവിടെ ഗേറ്റ് തുറന്നു, ഇപ്പോൾ തുറന്നേ ഉള്ളൂ. നമ്മുടെ തന്നെ ബോട്ടാണോ എന്ന് അറിയാൻ പാടില്ല, അവരോട് ചോദിക്കട്ടെ ഏട്ടാ. അപ്പോൾ ഗേറ്റിൽ ടിക്കറ്റ് കാണിക്കുന്നു, അകത്തോട്ട് കയറുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതുപോലെ ഇത് കണ്ട എയർപോർട്ടുകളിൽ കാണുന്ന പോലെയുള്ള മറ്റേ ബാഗേജ്, നമ്മുടെ ലഗേജൊക്കെ ഉന്തിക്കൊണ്ട് പോകാനുള്ള സെറ്റപ്പ്, അത് ഇവിടം വരെ നടക്കാണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാം, അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത് മൊത്തം കരയായിരുന്നു, അതിൻ്റെ താഴ്ത്തിട്ട് കാണാമായിരുന്നു, മൊത്തം കോറൽസൊക്കെ കിടക്കണം. ഇപ്പോൾ മൊത്തം ഇത് കണ്ട വേലിയേറ്റ് പോയി, ഇവിടെ മൊത്തം വെള്ളമായി. അതാണ് ഇവിടുത്തെ കാഴ്ച. ബോട്ട് വന്നിട്ടില്ലേ, കാണാനില്ലല്ലോ. വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോട്ട് വരുന്നുണ്ട്, അതല്ലല്ലോ, അത് മക്രൂസാണെന്ന് തോന്നുന്നു, നമ്മുടെ അല്ലത്. ഇത് മക്രൂസ് എന്ന് പറയുന്ന ഫെറിയാണ്, ഇത് പ്രൈവറ്റ് ഫെറിയാണ്. ഇത് കൂടാണ്ട് പ്രൈവറ്റ് ഫെറികൾ വേറെ ഉണ്ട്. നോട്ടിക എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അതിനകത്താണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ ഓഷൻ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 3 ഫെറികൾ. ഇത് കൂടാണ്ടുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് ഫെറികൾ. അത് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. DSS എന്ന് പറയും, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് സർവീസ്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ഫെറികൾ ബുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 6 മണിക്കും വെളുപ്പിനൊക്കെയാണ് കൂടുതലും. പിന്നെയുള്ളത് 11 മണിക്ക് ഉച്ച കഴിഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് പറ്റിയ സമയത്തൊക്കെ ഉള്ളത് ഈ പ്രൈവറ്റ് ഫെറികളാണ്. കാരണം ഒരു 8 മണിക്ക് 9 മണിക്ക് ആ ഒരു ടൈമിലൊക്കെ എണീറ്റ് വന്ന് കറക്റ്റായിട്ട് ഐലൻഡുകളിലോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് എളുപ്പം എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഫെറികളാണെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ഫെറി അപേക്ഷിച്ച് പ്രൈവറ്റ് ഫെറികൾ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ പ്രൈവറ്റ് ഫെറികൾ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവരുടെ തന്നെ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ അതിനകത്തുള്ള സമയമൊക്കെ കാണിക്കുക, ഏത് ഡേറ്റിലാണ് ഏത് സമയത്താണ് എന്നൊക്കെ ബുക്ക് ചെയ്യുക. അതിനകത്ത് സീറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ പ്രൈവറ്റ് ഫെറികളിൽ മക്രൂസും അതുപോലെ നോട്ടികയിലും നമുക്ക് ഓപ്പൺ ഡെക്ക് ഉണ്ടാവില്ല. ഗ്രീൻ ഓഷനിൽ മാത്രമേ ഓപ്പൺ ഡെക്ക് ഉള്ളൂ. അതായത് നമുക്ക് പുറത്ത് ചെന്ന് കടൽ കാഴ്ചയെ കണ്ടു പോകണമെങ്കിൽ അതൊക്കെയാണ് ഓപ്ഷൻ. പിന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെറി എടുക്കണം. ഈ മക്രൂസും അതുപോലെ നോട്ടിക എന്നൊക്കെ പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും, AC ആയിരിക്കും. ഉള്ളിലിരുന്നുള്ള കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ, പുറത്തോട്ട് ഇറങ്ങി കാണാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാനുള്ള നോട്ടിക എന്ന് പറയുന്ന ഷിപ്പ് ഫെറി ഇവിടെ വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 8 മണിയാട്ടെ, 8:15 നമ്മുടെ ഈ ഒരു വണ്ടി പുറപ്പെടുന്നത്. ഇതിപ്പോൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആൾക്കാരായിട്ടാണ് വന്നത്, ആളുകൾ ഇറങ്ങി. അപ്പോൾ അവരുടെ ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ ഈ ഹിന്ദിക്കാരുടെ ബഹളം കാരണം ഒരു രക്ഷയില്ല കേട്ടോ. പയ്യെ പറയുന്ന പരിപാടി ഇവർക്കില്ലല്ലോ. ഈ ഒരു ഫെറിയിൽ പല ക്ലാസ്സുകളുണ്ട്. അതായത് മുകളിൽ കണ്ട, മുകളിൽ ഇരിക്കാം, താഴെ ഇരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ലക്ഷറി, റോയൽ, ഡീലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ക്ലാസ്സുകളുണ്ട്. അതിന് പലതും പല റേറ്റാണ്. അപ്പോൾ നമ്മളിതിന് പോകുന്നത് 1700 രൂപയുടെ ലക്ഷറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതാണ് ഏറ്റവും താഴ്ന്ന കാറ്റഗറി. പിന്നെയുള്ള റോയലൊക്കെ അതിന് 2000, 2500 അങ്ങനെ പല റേറ്റൊക്കെ വരും കേട്ടോ. നീൽ അപ്പോൾ നമ്മൾ ബാഗ് അവിടെ കൊടുത്തു, എന്നിട്ട് ഇതിലേ കയറണം അല്ലേ. അപ്പോൾ നമ്മൾ ഫെറിയിലോട്ട് കയറാണ്. നമ്മുടെ ബാഗൊക്കെ ഇതേ സ്റ്റോർ ചെയ്യണം അവിടെ ഉണ്ടാ. ഞാൻ പോയിട്ട് ഇനി സീറ്റൊക്കെ കണ്ടുപിടിക്കട്ടെ. ഇതിനകത്ത് സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ഞാനൊരു വിൻഡോ സീറ്റാണ് എടുത്തേക്കണം, പക്ഷേ വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു, കാരണം ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഇടയിലാന്ന് തോന്നുന്നു ബാഗ് വെക്കണം. നമ്മൾ അകത്തോട്ട് കയറാം കേട്ടോ. ഹലോ, ഇത് ഏറ്റവും ടോപ്പാണ് മുകളിൽ. ഇത് റോയൽ ക്ലാസ്. നമ്മളെടുത്താണ് ലക്ഷറി താഴെയാണ്. TVയും സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഈ റോയലിലെ സീറ്റിംഗ് സെറ്റപ്പ്. ഇതാണോ ലക്ഷറി? ലക്ഷറി. താങ്ക് യു. യെസ്, ഞാനൊരു വിൻഡോ സീറ്റാണ് എടുത്തേക്കണം. ഇവിടെ ലാസ്റ്റ് റോയിൽ 6L എന്ന് പറയുമ്പോൾ ഇവിടെ 6L ആണ് എൻ്റെ. കണ്ടോ, കൊള്ളാം. ഇതിനകത്ത് ബാഗേജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന പോലത്തെ സെറ്റപ്പാണ്. ഈ പ്രൈവറ്റ് ഫെറികളിൽ ഏറ്റവും പൈസ കുറവുള്ളത് ഗ്രീൻ ഓഷൻ ആയിരിക്കും. അതിന് 1400 റേറ്റ് വരുന്നത്. പിന്നെ അതിലും താഴെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫെറി മാത്രമേ ഉള്ളൂ. അതിന് 665 സീറ്റിംഗ് എന്നുള്ള സെറ്റപ്പ്. പിന്നെ
ഗ്രീൻ ഓഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ഈ മക്രൂസിനും അതുപോലെ ഈ നോട്ടിയൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലത്തെ റേറ്റാണ്. 1700 തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്. 1750, 1800, 1900, പിന്നെ 2500 എന്നൊക്കെ പറഞ്ഞാൽ പല കാറ്റഗറിയിലും പല റേറ്റൊക്കെയാണ് മേടിക്കണം. അപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ബഡ്ജറ്റും അനുസരിച്ച് നിങ്ങൾക്ക് ഷിപ്പ് ഈ ഫെറികൾ ബുക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അങ്ങനെ നമ്മുടെ ഫെറി ഇതേ എടുത്തു. ഇവിടെ വേറൊരു സംഭവം കിടക്കണ്ടല്ലേ, അത് ഡിന്നർ ക്രൂയിസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഹാവലോക്ക് ഐലൻഡിനോട് ടാറ്റ ബൈ. ഇനി നമുക്ക് നീല ഐലൻഡിലോട്ട് കുറച്ച് ദൂരമുള്ളൂ, പെട്ടെന്ന് എത്തും. അതെ, വേറൊരു രസമുള്ളതേ, ഞാനിത് ബുക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു സീറ്റ് മാത്രമേ കാലി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്. ഇപ്പുറത്തൊക്കെ ബുക്കിംഗ് ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. ഇനി ക്യാൻസലായി പോയതാണോ എന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനത്തെ ബാഗ് കിട്ടും, സിക്നസ് ബാഗ്. നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പിന്നെ അത് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇതിനകത്ത്. ഞാൻ നോക്കുമ്പോൾ ഫുഡൊക്കെ കിട്ടുമെന്ന് തോന്നുന്നത്. ഫുഡ് കിട്ടുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ശരിക്കും ഈ ഒരു മക്രൂസ് അല്ലെങ്കിൽ നോട്ടിക ഇത് രണ്ടും സ്പീഡ് കൂടുതലാണ്, നല്ല ഫാസ്റ്റ്ലി പോവും. ഇപ്പം തന്നെ മറ്റേ ഷെയ്ക്കിംഗ് ഒന്നും കാര്യമായിട്ടില്ല, നല്ല ഫെറികളാണ്. പക്ഷേ നിങ്ങൾ ഗ്രീൻ ഓഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെറി ആണെങ്കിൽ സമയം എടുക്കും, ഇത്തിരി ആട്ടം ഉണ്ടെന്ന് തോന്നും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോർട്ട് ബ്ലെയറിൽ നിന്ന് നമ്മൾ ഹാവലോക്കിലേക്ക് വരണയാണെങ്കിൽ മക്രൂസോ അല്ലെങ്കിൽ നോട്ടിക ആണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടെത്തും. പക്ഷേ നിങ്ങൾ ഗ്രീൻ ഓഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെറി ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും. 2 അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഫെറിക്ക് വന്നപ്പോൾ 2.5 മണിക്കൂർ എടുക്കും. അപ്പം അങ്ങനത്തെ അത് കുറച്ചും സ്ലോ ആണെന്ന് തോന്നുന്നു, ഇത് കുറച്ചും കൂടി സ്പീഡാണ്. അങ്ങനത്തെ വ്യത്യാസങ്ങളും കൂടി ഉണ്ട്. ഇത് കൊള്ളാല. ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ഹോസ്റ്റസ്മാരൊക്കെ ഫ്ലൈറ്റിൽ വരുന്ന പോലെ സ്നാക്സും കൂൾ ഡ്രിങ്ക്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. പക്ഷേ അത് സംഭവങ്ങളുണ്ട്. ഇത് അത്യാവശ്യം ഈ ഒരു നോട്ടിക എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം സെറ്റപ്പാണ്. Kind attention to the passengers, please. Those who are traveling to Sri Vijayapuram, Port Blair, you all are requested to remain in your seats. Port Blair passengers, please be seated. സ്ഥലം എത്തി നമ്മൾ. Shahid Deep, Neil Island passengers, get ready for disembark now. അപ്പോൾ 45 മിനിറ്റ് കൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നല്ല കിടിലൻ കളർ കേട്ടോ, കടലിൻ്റെ കളർ കണ്ടോ. അപ്പോൾ പോർട്ട് ബ്ലെയറിലോട്ട് പോയി ഇനി അടുത്ത് ഈ ഒരു വണ്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി എന്നാണ് പറയണം. അങ്ങനെ നമ്മൾ ഈ ലൈനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഫ്ലാഗ് പറക്കുന്നുണ്ട. ചെറിയൊരു പാലത്തിലൂടെ ഫ്ലാഗിലോട്ട് ഇറങ്ങുന്നു. നമ്മുടെ ലഗേജുകൾ അവിടെ ഇറക്കി വെക്കുന്നുണ്ട്, അത് പോയി എടുക്കാം. അങ്ങനെ ലഗേജ് കിട്ടി. ലഗേജൊക്കെ ഇങ്ങനെ ഊർട്ടി അങ്ങനെ സ്പീഡിൽ വിടാണ്. ഒരെണ്ണം വന്നെൻ്റെ കാല് പോയി, കുഴപ്പമില്ല. അപ്പോൾ നീല ഐലൻഡിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർ. ഇവിടെ നോക്കിക്കോട്ടാ, ഇത് കണ്ടോ, എൻ്റെ അമ്മോ. ആ നേരെ കാണുന്നതാണ് നമ്മുടെ ഹാവലോക്ക് ഐലൻഡ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഒരു 45 മിനിറ്റ് കൊണ്ടൊക്കെ വരാം ഈ ഒരു ഫെറിയിൽ. അമ്പോ അടിപൊളിയല്ലേ. ഈ സൈഡിൽ കളർ കണ്ടാ. എനിക്ക് തോന്നേ ഇത്ര കളർ അപ്പുറത്തില്ലായിരുന്നു കേട്ടാ. ഇവിടെയാണ് ഈ കളറുള്ളത്, നല്ല കളറ് കണ്ടോ. കിട്ടിയ കളറാണ് ഇത്. അവിടെ നല്ല അടിപൊളി പച്ച കളർ കൊള്ളാം. അപ്പോൾ നമുക്കിനി പോയിട്ട് ഹോട്ടൽ വല്ലതും കണ്ടുപിടിക്കണം. കാരണം ഞാൻ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ പോർട്ട് ബ്ലെയറിലോട്ട് പോകുന്ന ആളുകളെ കയറ്റി തുടങ്ങി. നമുക്ക് നാളെയാണ് പോർട്ട് ബ്ലെയറിലോട്ട് പോകേണ്ടത്. ഞാൻ ഒരു ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ. ജസ്റ്റ് ഒരു സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ട് അങ്ങ് കറങ്ങാം, അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. ആദ്യം പോയി റൂം കണ്ടുപിടിക്കട്ടെ. ഇത് കണ്ട ഷഹീദ് ദ്വീപ് ബ്രാക്കറ്റിൽ നീൽ ഐലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദ്വീപിൻ്റെ പേര് നീൽ ഐലൻഡ് എന്നാണ് പഴയ പേര്. 2018 ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ഷഹീദ് ദ്വീപ് എന്നാക്കിയേട്ടാ. നല്ല രസമുണ്ട്. ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഈ കളർഫുൾ സംഭവങ്ങൾ കാണുന്നത് നല്ല രസമുണ്ട്, അടിപൊളി. കുറച്ചങ്ങ് നടക്കാനുണ്ട്. 2 പാലമുണ്ട്. ഇത് പുറത്തോട്ട് പോണതും അത് അകത്തേക്ക് വരുന്നതും. ഇത് കണ്ട തീരത്തോട് വരുമ്പോഴേ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ബീച്ചുകളൊക്കെയാണല്ലോ. നമ്മൾ നടന്ന് ഇവിടെ എത്തി. 200 മീറ്ററോളം നടക്കാനുണ്ട് ഈ ഒരു പാലം. ഇവിടെയും ഇതുപോലെ ബാഗ് തള്ളിക്കൊണ്ട് പോകുന്ന സംവിധാനമൊക്കെ ഉണ്ട് കണ്ട, എയർപോർട്ടിലൊക്കെ ഉള്ള പോലത്തെ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും റൂം കണ്ടുപിടിക്കട്ടെ. ഹലോ ഈ ആൾക്കാർ ബോർഡൊക്കെ ഇട്ട് ഇപ്പോൾ ഉണ്ടല്ലോ, മറ്റേ ഓരോരുത്തരെ സ്വീകരിക്കാനായിട്ട്. നമ്മൾ ജെട്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള സംഭവം ഇതാണ്. ടാക്സി ഞാൻ എടുക്കുന്നില്ല, കാരണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. ഞാൻ റൂമൊന്നും എടുക്കാത്തതുകൊണ്ട്
ടിക്കറ്റ് കൗണ്ടർ. അതേ ഇത് കണ്ട, ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഫെറികൾ ബുക്ക് ചെയ്യാം. അതിൻ്റെ ടൈമിംഗ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ട, ഇതാണ് ടൈമിങ്. ഇവിടെ ടൂർ ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകുന്ന മീറ്റിംഗ് പോയിൻ്റൊക്കെയാണ്. പലരും വരുന്നു, ഓരോ ഗ്രൂപ്പുകളായിട്ട് വണ്ടി കയറി പല സ്ഥലത്തോട്ടും പോകുന്നു. നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ കരിക്ക് കുറച്ച് നല്ലതാണെന്ന് തോന്നണേ. ഞാൻ കഴിഞ്ഞ ദിവസം കുടിച്ച നല്ല ഗ്യാസുള്ള കിടിലം കരിക്ക്. ഇതേ ഓട്ടോയിൽ കരിക്ക് കൊണ്ടുപോകണണ്ട. ഞാനേ ഇവിടെ നിന്ന് അങ്ങ് നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കുറേ സ്റ്റേകളുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തൊന്നും ഞാൻ നോക്കിയിട്ട് സ്റ്റേ ഒന്നും കാണുന്നില്ല. നോക്കിയാൽ തപ്പി കണ്ടുപിടിക്കാം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. ഞാനേ ഓരോ നാരിയൽ കപ്പാനി പിടിച്ചാലാ അയ്യാ പാനീനേ. ഓ, നല്ല വെള്ളമുണ്ടല്ലോ. ആഹാ, അടിപൊളി. അയ്യോ, കരിക്കിന് 70 രൂപ. ഇത്ര റേറ്റ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ഐലൻഡിൽ ഇത്ര ഇല്ല, അവിടെ 50 രൂപ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 70 ഇനി എന്നെ കണ്ടോട്ട് കൂട്ടിയാണെന്ന് അറിയത്തില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ഈ കാണുന്നത്. പക്ഷേ ഇതിന് മൂട്ടയുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ എടുക്കണില്ല. റേറ്റ് കുറവ്, 1300 കണ്ടുള്ളൂ. ഇതാണ് ആകെയുള്ളൊരു ഹോട്ടൽ ഈ ഭാഗത്ത്. പിന്നെ അങ്ങനെ നടക്കണം. ഇവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഓട്ടോ വിളിച്ച് പോയാലോ. ഇതേ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേ ലഗേജ് റൂം പെർ ലഗേജ് 20 രൂപ. ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട് ഇവിടെ. വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകാമല്ലോ. അതായത് വൺ ഡേ ടൂറൊക്കെ നടത്തണമെങ്കിലേ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഇവിടുത്തെ ഓട്ടോക്കാരോട് ഏതെങ്കിലും നല്ല സ്റ്റേയിലോട്ട് ആക്കി തരാൻ പറയാം. ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട് സ്റ്റേക്കൊക്കെ. ചോദിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഓട്ടോക്കാരനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇവിടെ അടുത്ത് മാർക്കറ്റിൻ്റെ അവിടെ കുഴപ്പമില്ലാത്ത സ്റ്റേ ഉണ്ട്, പോയി നോക്കാം. ഏതുണ്ട് ഫയർ സ്റ്റേഷൻ, ഷഹീദ് ദ്വീപ് ഫയർ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ ഒരു സ്റ്റേ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. പോയി നോക്കാം. അപ്പോൾ അതെ ഞാനിവിടെ എടുത്തിട്ടാ. ഇവിടെ AC റൂമിന് 2000 രൂപ. അതുപോലെ ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ബൈക്ക് റെൻറ്റിനും കിട്ടും, സ്കൂട്ടർ. ഞാൻ എടുത്തതേ എല്ലാം സെറ്റ്, എല്ലാം പെട്ടെന്ന് കിടന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇത് AC-ക്ക് 2000, നോൺ AC ആണെങ്കിൽ 1500. അങ്ങനെയാണ് റേറ്റൊക്കെ വരുന്നത്. കുഴപ്പമില്ല, വൃത്തിയുണ്ട്. എനിക്ക് വൃത്തി ഉണ്ടായാൽ മതി. സംഭവം ഓക്കെ. അപ്പോൾ ഇനി ബൈക്കും കിട്ടി, റൂമും കിട്ടി, എല്ലാം പെട്ടെന്ന് നടന്നു. സമയം 9:30 കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങാം. അപ്പോൾ സമയം 11 മണിയായി. ഞാൻ റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങാം. ഇതാണ് നമ്മളെടുത്ത സ്കൂട്ടറെ. ഇതിന് 1000 രൂപ നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പേ ഹെൽമെറ്റ് നമുക്ക് കിട്ടും. ഹെൽമെറ്റ് ഇവിടെ നിർബന്ധമാണ് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ഹെൽമെറ്റ് എപ്പോഴും മേടിക്കുമ്പോഴേ നല്ല ഇതാണെന്ന് നോക്കണം കേട്ടോ. കാരണം ഇത് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും. കണ്ടോ, ഒരു വേർപ്പിൻ്റെ സംഭവമൊക്കെ കാണും. പൂപ്പലൊക്കെ പിടിച്ചിരിപ്പുണ്ട് ചെറുതായിട്ട്. അതിപ്പോൾ അങ്ങനെ കിട്ടുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവം ഞാൻ കൊണ്ടുവരും. ഇത് കണ്ടോ, ഞാൻ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്, തലയിലിടാൻ വേണ്ടിയിട്ടേ. ഇതിട്ടിട്ടാണ് ഞാൻ ഹെൽമെറ്റ് ഇടാറ്. ഓക്കെ ആദ്യം പോയിട്ട് പെട്രോൾ അടിക്കണം. പെട്രോൾ ഇല്ല. ഇവിടെ അടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട്. അതേ ഇവിടെ പെട്രോൾ പമ്പുണ്ട്. ഇവിടെ എനിക്ക് തോന്നണേ ഒരുപാട് പൈസക്ക് ഒന്നും അടിക്കണ്ടെന്ന് തോന്നണ്. ഒരു ചെറിയ ഐലൻഡ് 7 കിലോമീറ്ററുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. കൂടി വന്നൊരു 15-20 കിലോമീറ്റർ നമ്മൾ ഓടുകയുള്ളൂ. അപ്പോൾ ഒരു 50 രൂപ പോലെ അടിക്കാം അല്ലേ? അത് മതി, 50 രൂപ മതിയായിരിക്കും. 50. ഇവിടുത്തെ റേറ്റ് 82.46. അതെ, നമുക്ക് പോവേണ്ട സ്ഥലം പുറകിലായിപ്പോയി. ഇവിടെയാണ്. ഇവിടെ കുറേ ബീച്ചുകളുണ്ട്. ഇവിടുത്തെ ബീച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുരാണങ്ങളുടെ പേരൊക്കെയാണ് എല്ലാ ബീച്ചുകൾക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്നാൽ ഇപ്പോൾ നേരെ ഇതിലേ പോവാം. ഇപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഭരത്പൂർ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകണം. അതുകൂടാണ്ട് ഇവിടുത്തെ പ്രധാന ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ലക്ഷ്മൺപൂർ ബീച്ചാണ്. അത് നമ്പർ 1, നമ്പർ 2 അങ്ങനെ 2 ബീച്ചുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങോട്ട് ഇതാദ്യം കണ്ടിട്ട് നമുക്കത് അങ്ങോട്ട് പോകാം. പിന്നെ സീതാപൂർ ബീച്ച്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അത് അവിടെ സൺറൈസ് കാണാം അവിടെ. ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ബീച്ചെത്തും, ഭരത്പൂർ ബീച്ച്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ബീച്ചുകളിലോട്ട് പോവാം. പിന്നെ ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞൊരു ഐലൻഡാണ് കേട്ടോ. അതായത് നമ്മുടെ ഹാവലോക്കിനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ തിരക്കുമില്ല, ജനവാസവും കുറവാണ്. കുഞ്ഞ് ഐലൻഡാണ്. ഇവിടെ റോഡൊക്കെ ഭയങ്കര ശോകമാണ് കേട്ടോ. അയ്യോ,
ഇവർക്ക് ഇതൊക്കെ ഒന്ന് ടാർ ചെയ്തിട്ടൂടെ? ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. ഇന്ന് ആലോചിച്ച് നോക്കണം, എത്ര ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇതാണ് സ്ഥലം എത്തിയ എത്ര പെട്ടെന്ന്. ഇത് തൊട്ടടുത്ത് തന്നെയാണല്ലോ എല്ലാം. വണ്ടി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നു പോകണം. അപ്പോൾ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ കുറേ ബോർഡ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് ബോട്ട് ബോട്ടാണ്, അങ്ങനെ ഒരു സംഭവം. 800 രൂപ. പിന്നെ സ്നോർക്കലിങ്, ജെറ്റ് സ്കീ, ബനാന റൈഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ കുറേ പേര് നമ്മളെ വന്ന് വിളിക്കുന്നുണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ റേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ജെറ്റ് സ്കീക്ക് 600, സ്നോർക്കലിങ് 1000, ബനാന റൈഡ് 600, സ്പീഡ് ബോട്ട് 600. നമുക്ക് ഗ്ലാസ് ബോട്ടം പരിപാടി ചെയ്താലോ? അപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ട്രിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. 800 രൂപ. അത് ഇവിടെ തന്നെ അങ്ങ് ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, 800. ഓക്കെ, അപ്പോൾ ഞാനത് എടുത്തു. 800 രൂപയാണ് അതിന് റേറ്റ്. ഗ്ലാസ് ബോട്ടം എന്ന് പറഞ്ഞാൽ മറ്റേ അടിഭാഗം ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ കോറൽസും ഫിഷിനൊക്കെ നമുക്ക് ബോട്ടിലിരുന്നുകൊണ്ട് കാണാം. അതാണ് ഞാൻ എടുത്തേക്കണം. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. കുറേ സുവനീർ ഐറ്റംസ്, ബാഗുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കടകളൊക്കെ കാണാം. ഇവിടെ നമുക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട്. ഇവിടെ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്. അതായത് ബീച്ചിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മാറാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. ഈ കാണുന്ന ടോയ്ലറ്റൊക്കെയാണ്. ഇവിടെ വാട്ടർ ATM എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് 500 ml 2 രൂപ, 1 ലിറ്ററിന് 3 രൂപ, 2 ലിറ്ററിന് 5 രൂപ വെള്ളം എടുക്കാനുള്ളൊരു സംവിധാനമാണ്. അത് കൊള്ളാമല്ലോ. ഈ കാണുന്നത് ലോക്കറാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. യെസ്, അങ്ങനെ വെൽക്കം ടു ഭരത്പൂർ ബീച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ബോർഡിനകത്ത്. കുട്ടികളെ തനിച്ചാക്കി അങ്ങോട്ടും പോരുന്നൊക്കെയാണ് പറയണം. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. അതിന് മുമ്പ് ഈ ബീച്ചൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ലോക്കർ സർവീസിന് ഫുൾ ഡേ 100 രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടാ, അത് കൊള്ളാം. നല്ല കിട്ടില്ല ബീച്ചാണല്ലോ എൻ്റെ മുന്നോ. പിന്നെ ഈ ബീച്ച് ഭാഗത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പ്യുവർ വെജും അതുപോലെ നോൺ വെജൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. അടിപൊളി ബീച്ച് കേട്ടോ. ഇതുണ്ട്, ശരിക്കും നമ്മൾ വന്ന ജെട്ടിയാണ് കാണുന്നത്, നീൽ ജെട്ടി. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ ഹാവലോക്ക് ഐലൻഡ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ബീച്ചാണ് ഇത്. അവിടം വരെ നടന്നു പോവാ. അടിപൊളി പരിപാടിയാണല്ലോ. ഇതുണ്ട്, ഇവിടെ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള സൗകര്യം. ഈ മരങ്ങളിങ്ങനെ തീരത്തോട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. ഫുള്ള് തണലാണ്. അതുകൊണ്ട് കണ്ട കിടിലം ബീച്ചാണല്ലോ. ഇവിടെ ഇറങ്ങി പിള്ളേർക്കൊക്കെ സൂപ്പറായിട്ട് കുളിക്കാം. കാരണം എന്താ പറയുക, മുട്ട് വരെ പോലും വെള്ളമില്ല. ആളുകൾ അറ്റത്ത് നടക്കണം കേട്ടോ. കിടിലാണല്ലോ. ഞാനിപ്പോൾ ഗ്ലാസ് ബോട്ടം പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ആദ്യം അത് തീർക്കട്ടെ. നമ്മളെ ആ ബീച്ചിൽ നിന്ന് ഇങ്ങനെ ഇടത്തോട്ട് വരുമ്പോൾ നിറച്ച് റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ആ വഴി നേരെ വരുമ്പോൾ ഇവിടെ വേ ടു വാട്ടർ സ്പോർട്സ് എന്ന് എഴുതിയിരിക്കുന്നു. അതാണെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. പേര് പറഞ്ഞിട്ടുണ്ട്, ഹർദിക്കോ അങ്ങനെ എന്തോ. അവിടെ ചെന്ന് പറയാൻ പറഞ്ഞേ. സമയം ഇപ്പോൾ 11:30 കേട്ടാ. നട്ടുച്ച നേരമാണ്. നിങ്ങൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കി. എന്താണല്ലേ, ഇനി ഇതല്ല കാണാനുള്ളത്. ഇത് നോക്കി, ഒരു രക്ഷയില്ല. കണ്ടൽ ചെടികളല്ലേ ഇത്. എന്താ ആംബിയൻസ് കണ്ട, രക്ഷയില്ല. കിടില സ്ഥലം. ഇവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഷെഡ് കെട്ടേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷേ എന്നാലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു ബീച്ചിനോട് ചേർന്നുള്ള വാട്ടർ സ്പോർട്സ് ഏരിയ. അടിപൊളി. എന്താ നാച്ചുറൽ ബിൽഡിംഗ് ആണ്. ഞാൻ ഇവിടെ ചെന്നിട്ട് ഇനി ആരെ കാണണ്ടേ നോക്കട്ടെ. അപ്പോൾ ഈ ജെട്ടിയോട് ചേർന്നുള്ള ഭാഗത്താണ് വാട്ടർ സ്പോർട്സിൻ്റെ പരിപാടികളൊക്കെ ഉള്ളത്. ഹർദിക്, ഓക്കെ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ പേര് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്തു. അപ്പോഴാണ് മനസ്സിലായത് അത് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേറെ ആരെങ്കിലും കൂടി വന്നാലല്ലേ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂറുണ്ട്, 12 മണിയാകുമ്പോഴേക്കും വരാം. നമുക്കൊരു ബീച്ചിൻ്റെ ഭാഗമൊക്കെ കണ്ടിട്ട് വരാം. ഈ ബീച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടോ, ഭരത്പൂർ ബീച്ച്. അത് കിടില സംഭവം തന്നെ. കാരണം ഭയങ്കര രസമാണ്. ഇതുപോലെ ഇങ്ങനെ കുറേ സംഭവം കിട്ടുന്നുണ്ട്. ആൾക്കാർ അതിനകത്തേക്ക് ഇരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വരെ ഇറങ്ങാം. കാരണം അത്രയും പോലും ആഴമില്ല അവിടെ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഈ ഹാവലോക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വരാജ് ദ്വീപിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു നീല ഐലൻഡാണ്. ഈ ഷഹീദ് ദ്വീപാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുറച്ചും കൂടി കടലിന് കളറൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇത് മൊത്തം വേലിയിറങ്ങി പോയേക്കാണ്. അതാണ് നടക്കാൻ പറ്റണേ കേട്ടോ. സമയം അപ്പോൾ 12 മണിയായി. ഞാനവിടെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടത്തിലോട്ട് പോയി ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം അവിടെ പോവാൻ.
ചെരുപ്പ് ഊരി മണലിൽ കൂടി നടക്കുമ്പോൾ നല്ല ചൂട്, കാല് പൊള്ളണം. അപ്പോൾ നമുക്ക് ഈ ചെട്ടിയുടെ സൈഡിൽ കൂടി വേണം പോകാനായിട്ട്. ഇതേ സിലിണ്ടറൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇത് സ്കൂബ ഡൈവിങ്ങിന് പോയിട്ട് വരുന്നതാണ്. എല്ലാ ആക്ടിവിറ്റിയും ഉണ്ട്. ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വാട്ടർ ആക്ടിവിറ്റീസിനാണ് ഫേമസ്. അതുപോലെ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. നല്ല ഭംഗിയുള്ള ബീച്ച്. ബാക്കി ബീച്ചുകളൊക്കെ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതുപോലെ നമുക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഈ ഒരു ഭാഗത്ത് വന്നാലും ബുക്ക് ചെയ്യാം കേട്ടോ. അവിടെ നിന്നേ ബുക്ക് ചെയ്തിട്ട് വന്നൊന്നുമില്ല, ഇവിടെ വന്നാലും ബുക്ക് ചെയ്യാം. നമ്മൾ കടലിലോട്ട് ഇറങ്ങുകയാണ്. ബോട്ട് ഇങ്ങോട്ട് അടുക്കില്ല. എനിക്ക് തോന്നുന്നേ ആ ഗ്ലാസ് ബോട്ടായതുകൊണ്ട് താഴെ ഗ്ലാസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചെരുപ്പൊക്കെ ഊരിയിട്ട് പോകാൻ പറഞ്ഞാൽ തോന്നുന്നു. അതുപോലെ വെള്ളത്തിൽ കൂടി പോകണം. ഈ ഭാഗത്തൊക്കെ എന്തായാലും വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മാൽദീവ്സ്, ലക്ഷദ്വീപ്, അതുപോലെ ആൻഡമാൻ ഷൂ ഉപയോഗിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം അതുകൊണ്ടൊരു യൂസില്ല, വെള്ളത്തിക്കളിയാണല്ലോ മൊത്തം. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. അടിപൊളി ബോട്ടാണല്ലോ. നടുക്ക് ഗ്ലാസ്സൊക്കെ കാണാം. ഈ ഒരു ഷട്ടിൽ കുറേ ആനയൊക്കെ കണ്ട. ഇത് കഴിഞ്ഞ വീഡിയോയിൽ എലിഫൻറ്റ് ബീച്ച് പോകുമ്പോൾ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മറന്നുപോയി. ഇന്നിട്ട് തൽക്കാലം യെസ്. അപ്പോൾ ഞാൻ കയറട്ടെ ചാടി. നമ്മൾ ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടി. മൊത്തം കറ പിടിച്ചിരിക്കുന്ന ലൈഫ് ജാക്കറ്റ്. ഇതുണ്ട്, ഇതാണ് ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത. താഴെ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് കടൽ കാണാം, കടലിൻ്റെ അടിത്തട്ട് കാണാം, മീനുകളൊക്കെ കാണാം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ബോട്ട് തള്ളി നിൽക്കുകയാണ് ആദ്യം. പുള്ളി പെട്രോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട, ആവശ്യമുണ്ടെങ്കിൽ അടിക്കാനായിരിക്കും. അപ്പോൾ ആദ്യം തള്ളിക്കൊണ്ട് പോകുന്നു, അതിനുശേഷം സ്റ്റാർട്ട് ആക്കുമായിരിക്കും. നോക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടൊരു 10 മിനിറ്റ് കടലിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓടിച്ചു. അപ്പോൾ ഈ കോറൽസ് കാണാൻ തുടങ്ങി കേട്ടാ. മീനുകളൊക്കെ ഉണ്ടല്ലോ. ഓഹാ, അത്യാവശ്യം നല്ല ആഴമുണ്ട്, പക്ഷേ കോറലൊക്കെ അടുത്ത് ഇങ്ങനെ കാണാം. കണ്ടോ? കുറേ വ്യത്യസ്ത മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിൽ വരുന്നത് ഈ കാണുന്ന ഒരു മീനാണ്. ഒരു ബ്ലാക്കും യെല്ലോയും വൈറ്റും കൂടി മിക്സ് ചെയ്ത കളറുള്ളത്. അതിൻ്റെ ഏറ്റവും താഴത്തൊക്കെ വേറെ ടൈപ്പ് മീനുകളൊക്കെ കാണാം. അത് നല്ല സൈസുള്ള മീനുകൾ, കോറലിൻ്റെ ഇടയിലൊക്കെ. അങ്ങനെ ഗ്ലാസ് ബോട്ടിൽ ഉള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഒരു അരമണിക്കൂറത്തെ പരിപാടിയാണ്ടത്. ശരിക്കും ഭയങ്കരമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ ചെറുതായിട്ടൊക്കെ കാണാമെന്നുള്ളൂ. ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നിയില്ല. നമ്മൾ ഇതിനു മുമ്പ് ലക്ഷദ്വീപിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അടിപ്പെട്ട് കാണാം. അപ്പോൾ ഞാൻ കരയിലോട്ട് ഇറങ്ങണം. അതെ, വേലി ഇറങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നേരത്തെ പോയതിനേക്കാളും വെള്ളം പിന്നെയും കുറഞ്ഞു. അതുണ്ട്, മുട്ടിന് താഴെയുള്ളൂ. നല്ല തെളിഞ്ഞ് കിടക്കണല്ലേ, അടിപൊളി. ഇവിടെ നിൽക്കണ ഈ പാലം കണ്ട, അതിൻ്റെ ഈ ഒരു ഭാഗം വരെ വെള്ളം വരും വേലിയേറ്റം വരുമ്പോൾ. ഇത് കണ്ട, അതിൻ്റെ ഒരു പാടാണ് ഈ കാണുന്നത്. എന്നാലോചിച്ച് നോക്കി, എൻ്റെ അത്ര ഉണ്ട്. അത്രയും വെള്ളം മിക്കവാറും വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ വേലിയേറ്റം വന്നിട്ട് ഇത് ഇവിടം വരെയൊക്കെ വെള്ളം വരും. ഇവിടെ കുൽഫി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടേ. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ച്. ഒരെണ്ണത്തിന് 50 രൂപ ഉണ്ടാ. മലായ് കുൽഫിയാണ്. പിന്നെ അതേ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഒന്നിൽ കയറാമെന്നങ്ങ് വിചാരിച്ചു. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഞാനിവിടെ വന്നപ്പോണ്ടല്ലോ, പാത്രത്തിൽ കുറേ മീനുകളുണ്ടായിരുന്നു. റെഡ് സ്നാപ്പറും പിന്നെ വേറെ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വലിയ വലിയ സൈസായിരുന്നു. ഞാനതിനകത്ത് ചെറുതൊരെണ്ണം നോക്കിയിട്ട് ഇതിന് എത്രയെന്ന് ചോദിച്ചു. അതിന് 500 രൂപ. അത് ഗ്രില്ല് ചെയ്ത് തരും, പക്ഷേ ഗ്രില്ലിന് സമയം എടുക്കും. അപ്പോൾ ഫ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനത് ഓർഡർ ചെയ്തു. ഇതാണ് സംഭവം. ഇത് വറ്റയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മീനിൻ്റെ പേര് അറിയത്തില്ല. അയ്യോ, ചൂട്, നല്ല ചൂട്. ഇപ്പോൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. കണ്ടാ, യെസ്, പൊളിക്കാപ്പൊന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തി പറഞ്ഞു, പിന്നെ ഒരു പ്രോൺസ് മസാലയും പറഞ്ഞു. ഇതാണ് പ്രോൺസ് മസാല. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. സമയം 1:30. ഈ റെസ്റ്റോറൻറ്റുകാരോട് പറഞ്ഞാലേ ഈ ഏരിയയിൽ നേരത്തെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലേ, അവിടെ വേണമെങ്കിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തരാം. അടിപൊളിയായിരിക്കുമല്ലോ. അവിടെ ഇരുന്ന് ബീച്ചിലെ കാഴ്ച കണ്ട് കഴിക്കാമല്ലോ. അയ്യോ, നേരത്തെ കണ്ട ബീച്ചല്ല ഇപ്പോൾ, കംപ്ലീറ്റ് പറ്റിപ്പോയി. വെള്ളം ഇറങ്ങിപ്പോയി. നമ്മൾ ഏതാനും മണിക്കൂറിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. മുട്ടിന് താഴെ വരെ ഉണ്ടായിരുന്നുള്ളതെങ്കിലും വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കി മൊത്തം ഇറങ്ങിപ്പോയിട്ടാ.
അപ്പോൾ അവിട്ടം വരെ നടക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. നല്ല രസമുണ്ട്. ഇതുണ്ടോ നിങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ ആ ഗ്ലാസ് ബോട്ടം ട്രിപ്പ് പോണതിന് തൊട്ട് മുമ്പ് കണ്ട അതേ സ്ഥലം ഇപ്പോൾ വേറെ വ്യത്യസ്ത രീതിയിലിരിക്കുന്നു. ഇതൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് കയറി വരും കേട്ടോ. ഈ ഒരു സമയം ഇപ്പോൾ നട്ടുച്ചയാണ്. ഉച്ചക്ക് വെള്ളം ഇറങ്ങിപ്പോയി, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് കയറി വരും. ഇത് കണ്ടോ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങോടെ ഒഴുക്ക് വെള്ളം. ഇതിപ്പോൾ കുളിക്കാനായിട്ട് ചാടിക്കഴിഞ്ഞാൽ മണ്ണിൽ വീഴുമല്ലോ. വൈകുന്നേരം വന്നാൽ കുളിക്കാം. സൺസെറ്റ് എവിടെ ആയിരിക്കും? സൺസെറ്റ് അപ്പുറം സൈഡാണ്. ആ സൺസെറ്റ് ആണോ പോവാം. ഈ കിടക്കുന്നതൊക്കെ കോറൽസ് ഉണ്ടോ, ജീവനുള്ള കോറൽസ്. ഇതാണ് നമ്മളിപ്പോൾ ബോട്ടിൽ പോയി കണ്ടത്. അത് കുറച്ചും കൂടി വെള്ളമുള്ള താഴെയായിരുന്നു. ഇതിപ്പോൾ മുകളിൽ വന്ന് ഇവിടെ കാണാം. വെറുതെ ഗ്ലാസ് ബോട്ടിൽ പോയി കാണേണ്ട ആവശ്യമില്ല. ഇതെന്താ ഇത് കോറൽസിൻ്റെ ഭാഗം തന്നെയാണ്. മണ്ണൊക്കെയാണ് മുകളിലിരിക്കണം. നല്ല രസമുണ്ടല്ലേ. ഇത് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടേ അവിടം വരെ നടക്കാതെ ഉണ്ടാ. ബീച്ച് ഇതാണ്. ബീച്ചിൽ നിന്ന് ഇങ്ങനെ അവിടം വരെ പോകാം. ഒരു 1/2 കിലോമീറ്റർ വേണം. അങ്ങനെ നടന്ന് നമ്മളിവിടെ എത്തി. കടലിലേക്ക് കൂടി നടന്നു. ഇത് കണ്ടോ എന്ത് ദൂരം നോക്കിയ ബീച്ച്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. ശരിക്കും ആ പാലമൊക്കെ ഉണ്ട്, അത് അവിടം വരെ ഉള്ളൂ. ബോട്ടുകൾ നമ്മൾ മറ്റേ വലിയ ബോട്ടുകളൊക്കെ മറ്റേ ഹാവലോക്കിൽ നിന്ന് വരില്ലേ, അത് വന്ന് അടുക്കുന്ന സ്ഥലമാണ് അവിടെ. അതും കഴിഞ്ഞ് ഇവിടം വരെ നമ്മളെത്തി. എൻ്റെ പൊന്നു, ഇത് കുറച്ചും കൂടി വെള്ളം ഇറങ്ങി അപ്പുറത്തെ ഐലൻഡിലോട്ട് നടന്നു പോകാൻ തോന്നണ്ട. ഇതുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും മുട്ട് വരെ ആയവനുണ്ട്. ഈ കടലിൽ കുളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടം വരെ നടക്കേണ്ടി വരും. 1/2 കിലോമീറ്റർ നടന്നാലേ കടലിൽ കുളിക്കാൻ പറ്റുള്ളൂ ഈ നേരത്ത് വന്നാൽ. കുറേ പേര് അവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. ഈ ബോട്ടൊക്കെ കൊണ്ടുവന്ന് കെട്ടിയേക്കണ ഇവിടെയാണ്. അല്ല എനിക്ക് തോന്നുന്നു വെള്ളം ഉള്ളപ്പോൾ കെട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത്രയും കടൽ ഇറങ്ങിപ്പോയി. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തോരം ഇറങ്ങുമെന്നറിയില്ല. വൈകിട്ട് തന്നെ ആയിരിക്കും നല്ലത്. അതേ ആ കാണുന്ന ഒരു ഭാഗം കണ്ട, അതിലങ്ങ് നടന്നത് അവിടം വരെ പോകാൻ പറ്റും. അത് അതിലേ നടക്കണം. അങ്ങനെ അവിടം വരെ കരയായിട്ടിരിക്കുന്നു. ആകുമ്പോൾ ഇത് കൊള്ളാലോ. ശരിക്കും ഇവിടെ ഒരു ദിവസം കൂടി എക്സ്ട്രാ നിൽക്കേണ്ടതായിരുന്നു. ഞാനിവിടെ ചെറിയ ഐലൻഡ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം എടുത്തുള്ളൂ. 2 ദിവസം അവിടെ നിന്നു അപ്പുറത്തെ ഹാവലോക്കിൽ. ശരിക്കും ഇവിടെ 2 ദിവസം നിന്നാൽ മതിയായിരുന്നു. ഇത് ഭയങ്കര രസമുള്ള സ്ഥലം. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെ ഉണ്ടോ. കൊള്ളാം. എന്തായാലും നല്ല രസമുള്ള ബീച്ചാണ്. നമുക്ക് ഇനി അടുത്ത ബീച്ചിലോട്ട് പോയാലോ. വീഡിയോ ഒരുപാട് ലെങ്തായി പോകും അറിയാം. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിന്നെ കാണിച്ചൊക്കെ പോകണ്ടേ. മാക്സിമം സ്ഥലങ്ങൾ ഒരു സ്ഥലത്ത് വന്നാൽ മാക്സിമം സ്ഥലം കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ലെങ്ത് കൂടുന്നത്. അപ്പോൾ ഇനി പോകാനുള്ളത് ലക്ഷ്മിപൂർ ബീച്ച് ഉണ്ട്. അത് 2 ഉണ്ട്. നമ്പർ 1, നമ്പർ 2. യെസ്, അതിനകത്ത് നമ്പർ 2 പോവാം. നമ്പർ 1 ലക്ഷ്മിപൂർ ബീച്ച് നമ്പർ 1. അതിനകത്താണ് നമുക്ക് സൺസെറ്റ് കാണേണ്ടത്. ഇതേ ഈ വഴിയുണ്ടോ, ഇത് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജെട്ടി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ താമസിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരെ പോവുകയാണെങ്കിൽ അടുത്ത ബീച്ചിൻ്റെ അങ്ങോട്ടാണ്. ഈ വഴിയാണെന്ന് തോന്നുന്നു. ആ ഈ വഴി തന്നെ. ഒന്ന് മാപ്പ് നോക്കിയേക്കട്ടെ. ഇതിപ്പോൾ ലക്ഷ്മൺപൂർ ബീച്ച് 2, അത് നാച്ചുറൽ ബ്രിഡ്ജൊക്കെ ഉള്ളൊരു ബീച്ചാണ്. അങ്ങോട്ടേക്കാണ് പോണേ. ഇത് ഈ കാണുന്നത് ഇതൊരു മാർക്കറ്റാണേ. ഇത് ആക്റ്റീവായിട്ടില്ല. എങ്കിൽ വൈകുന്നേരം ആവുമായിരിക്കും. തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറാവും. ഇവിടെ റോഡ് മൊത്തം സീനാണല്ലോ. ഭയങ്കര കുണ്ടും കുഴിയും ഗട്ടറൊക്കെയാണ്. ഇതൊന്നും ടാർ ചെയ്യാൻ പോകാമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഓടി ബീച്ചിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരു പ്രോപ്പർ സെറ്റപ്പൊന്നുമില്ല. നിറച്ച് പൊടിയും ബഹളവും ഒക്കെയാണ് കണ്ട. അപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ വണ്ടി ഞാൻ ഇവിടെയാണ് വെച്ചേക്കണം. ഉള്ളിലോട്ട് കയറ്റി വെച്ചാലേ പിന്നെ ചിലപ്പോൾ എടുക്കാൻ പറ്റുമോയെന്നും അറിയില്ല. അതാണ് പ്രശ്നം. തിരിച്ചു വരുമ്പോൾ പണിയാവും. അപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ബീച്ചിലോട്ട് പോകാനായിട്ട്. ഇതിലിങ്ങനെ നടക്കുമ്പോഴേ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ കോറൽ ബ്രിഡ്ജ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കണം. നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ബീച്ചിൻ്റെ അവിടെ കണ്ടല്ലോ, അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ കിട്ടും ഇവിടെ. ഈ ഫ്രൂട്ട്സിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കട്ട് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഇവരുടെ ഐറ്റമൊക്കെ ഉണ്ട്. ഇത് കരിമ്പാണ്. ഇതുണ്ട്, ഇത് പുളിയാണേ. നമ്മുടെ നാട്ടിൽ ഇതിന് എന്തോ പറയാം, പേര് മറന്നുപോയി. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനമൊക്കെ ഉണ്ടോ. क्या है ये वाला? स्टार फ्रूट है भाई. स्टार फ्रूट. जी. ओके. ये अगर दिन में खाएंगे ना आपको कभी जॉन्डिस नहीं होगा. अच्छा फ्रूट है. ओके. आइएगा भाई. ये है वाटर एप्पल. वाटर एप्पल तो बॉडी में पानी का कमी पूरा करता है. ओके. बहुत अच्छा है. आइएगा. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങാണ്ട്. ആഹാ, ഇത് കണ്ട
കംപ്ലീറ്റ് കോറൽസ് ആണേ. ആ ബ്രിഡ്ജ് എവിടെയാണാവോ? അയ്യോ, അത് അറ്റം വരെ കോറൽ കാണാമല്ലോ. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ എങ്ങാണ്ടാണ് ആ ബ്രിഡ്ജുകൾ. എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്, നമുക്കും പോവാം. വാ. ഇതിൽ കൂടി നടക്കലൊരു സീനാണ്. കാലൊക്കെ ഇങ്ങനെ വളഞ്ഞ് മറ്റേ എന്താണ് പറയുക, ഉളുക്കി പോണ പോലെയൊക്കെ പോവും. ഭയങ്കര സൂക്ഷിച്ച് നടക്കണം. മൊത്തം കോറൽസാണ്. ഇത് കണ്ടോ, ഇതേ ഇപ്പോൾ ലോ ടൈഡാണ്. ഈ സമയത്താണ് ശരിക്കും ഇവിടെ വരണ്ടേ, എന്നാലേ നമുക്ക് ഇത് നടന്നു പോയി അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ചെറിയ ചെറിയ മീനുകളും പിന്നെ പല സംഭവങ്ങളും കാണാം. കുറച്ച് എനിക്ക് വേണം അവിടെ പോകുമ്പോൾ നോക്കാം. ഇത് കണ്ടോ, ഇത് ഫുള്ള് കോറൽസാണ്. ഇത്തിരി കഴിയുമ്പോൾ വെള്ളം കയറി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റില്ല. ശരിക്കും ഇവിടെ ലോ ടൈഡ് ഉള്ളപ്പോൾ ആണ് വരണ്ടേ, ആ സമയം നോക്കി വരണം. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. കണ്ട, നല്ല രസമല്ലേ? കടൽ ഫുള്ള് ഇറങ്ങിപ്പോയേക്കാണ്. ഈ ഒരു സമയത്താണ് ഇവിടെ വരണ്ടേ, എന്നാലും ഇതിൽ നടന്ന് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. അവിടെയാണ് സംഭവം. ഇവിടെ എന്തൊക്കെയോ ടൈപ്പ് മീനുകളൊക്കെ അതേ പോകുന്നുണ്ടോ? നിങ്ങൾക്കൊരു സാധനം കാണിച്ചാൽ നീരാളിക്കുഞ്ഞു വല്ലതും ആണോ എന്ന് ഡൗട്ടില്ലാതില്ല. ഇത് കണ്ട ഇതേ കാണാറുണ്ടോ? ഇതെന്താണ്? 3 കാല് മാത്രമേ ഉള്ളൂ. നീരാളി വല്ലതും ആണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ വ്യത്യസ്ത സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ കാണാം. കുറേ കളർഫുൾ മീനുകൾ, ഭയങ്കര പൊടി മീനാണ്. അതിൻ്റെ കളറ് കാണിച്ചു തന്നാൽ അത് ഓട് കാണില്ല. അതായത് ഒരു വയലറ്റും ബ്ലൂ കളറുള്ള മീനുകളൊക്കെ. അയ്യോ, അത് നേരിട്ട് കാണണം കേട്ടോ. നല്ല രസമുണ്ട് അതിനെ കാണാൻ. അക്വേറിയം പോലെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഡെഡ് കോറൽസ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൽ കൂടി നമ്മളിങ്ങനെ നടത്തിക്കാൻ സാധ്യതയില്ല. എല്ലാം ചത്തുപോയ കോറലുകൾ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു നാച്ചുറൽ ബ്രിഡ്ജ് ആ കാണുന്നത് കണ്ടോ, അടിപൊളി സീ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇത് കണ്ടോ? അയ്യോ, അതിൻ്റെ മുകളിൽ മരമൊക്കെ എന്തൊക്കെയോ ചെടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് അവിടെ വളർന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് ഈ താഴെയുള്ളത് കോറൽസാണ്. ഇത് കണ്ടോ, ഇവിടെ ഇത് ഈ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, അത് ഒരു ഞണ്ട് പോകുന്നുണ്ടോ? ഇതിനെ സ്പൈഡർ ക്രാബ് എന്ന് പറയാം. സ്പൈഡർ ക്രാബ്, അതായത് കറക്റ്റ് 8 കാലിനെ പോലെ ഇരിക്കും. 8 കാലി കയറുന്ന പോലെ ഇങ്ങനെ എല്ലായിടത്തും കയറി പോകുന്നുണ്ട്. ഇതായിരിക്കും കാണാൻ പറ്റണ്ട. അതാണ് സ്പൈഡർ ക്രാബ്. അപ്പോൾ ഈ കാണുന്നൊരു കോറലാണ്. ഇത് കണ്ടോ, ഇതാണ് കോറൽ എന്ന് പറയുന്ന സംഭവം. അതുപോലെ ഈ കാണുന്നത് ലൈവ് കോറൽസാണ്, ജീവനുള്ള കോറൽസാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് മീനുകളാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കളർഫുൾ മീനുകൾ കാണാം നമുക്ക്. നോക്കിയാൽ മഞ്ഞ കളർ മീനൊക്കെ പോകണം. നിറച്ചുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ ഞാനിങ്ങനെ നിൽക്കണം. ഇതുണ്ട്, അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഈ ചെടി പിടിച്ചേക്കണമെന്നാണ് ഞാൻ ആലോചിക്കണം. യെസ്, ഇനിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്. ഇതൊരു നാച്ചുറൽ ബ്രിഡ്ജാണ്. അതായത് ഈ കോറൽ കൊണ്ട് നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന ഒരു ബ്രിഡ്ജ്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫോർമേഷനൊക്കെ സംഭവിക്കണേ. കണ്ടാ, ഇത് കോറൽ തന്നെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ നടുക്ക് ഒരു പീസ് ഉണ്ടായിരിക്കാം, അതാണെന്ന് തോന്നുന്നു ഈ കിടക്കണത്. അത് ഇങ്ങനെ പൊളിഞ്ഞ് വീണാണ് കാലക്രമേണ. കടൽക്ഷോഭവും കാറ്റും പിന്നെ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ പൊളിഞ്ഞ് വീണ് അതൊരു ബ്രിഡ്ജിൻ്റെ ഷേപ്പ് വന്നു. കണ്ടോ, അല്ലാണ്ട് ശരിക്കുള്ള ബ്രിഡ്ജല്ല. അപ്പോൾ ഇതൊരു നാച്ചുറൽ ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ലോക്കലി ഇതിനെ ഹൗറ ബ്രിഡ്ജ് എന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം. കണ്ടോ, ഈ സൈഡൊക്കെ നോക്കി കംപ്ലീറ്റ് കോറൽസാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായി വന്ന ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് വന്ന ഒരു ബ്രിഡ്ജിൻ്റെ ഷേപ്പുള്ള സംഭവം ആയതുകൊണ്ട് ഇതിനെ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതാണ് സംഭവം. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപൂർ ബീച്ച് നമ്പർ 2 ആണ്. കണ്ടോ, അവിടെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ബീച്ച് എന്ന് പറയാൻ ശരിക്കും പറ്റുമെന്ന് അറിയത്തില്ല, കാരണം മണലൊന്നുമില്ല. ഈ ഒരു കോറൽസാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ആഹാ, തിരടിച്ചങ്ങ് കയറുന്നുണ്ട്. ഇവിടെ നേരെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ദ്വീപ് പോലെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണാം. അത് നമ്മുടെ ആൻഡമാനാണ് കേട്ടോ, മെയിൻ ആൻഡമാൻ ഐലൻഡാണ്. ഈ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോൾ കടൽ വെള്ളം ഇങ്ങനെ അടിച്ച് ഇതിലിങ്ങനെ കയറി വരുന്നുണ്ട്. നല്ല രസമുണ്ട്. ഞാനിങ്ങനെ ഇത്തിരി ബാക്കോട്ടിങ്ങനെ നിന്നപ്പോൾ നല്ല വ്യൂ കണ്ടാ. ഇവിടെ നിന്നാൽ മതി ശരിക്കും. എല്ലാവരും അവിടെ തിരക്കി ഫോട്ടോ എടുക്കൽ റീലെടുക്കൽ വലിയ പാടാണ്. കുറച്ചിങ്ങ് മാറി നിന്നതേ നല്ല വ്യൂ കിട്ടും, ഒരു പ്രശ്നമില്ല. ആളുകളൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കൽ നടക്കില്ല. നമുക്ക് പിന്നെ ആൾക്കാർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് ആൾക്കാരൊന്നും ഇല്ലാണ്ട് കിട്ടണം ഫോട്ടോ, അപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കുറച്ചിങ്ങ് മാറി വന്നെടുത്താൽ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ സാധനം കിട്ടും. എല്ലാവരും അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കണം. കുറച്ചിങ്ങ് മാറി നിന്നാൽ നല്ല വ്യൂ കിട്ടും. കണ്ടാ, അതുപോലെ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ട മുകൾ ഭാഗം നോക്കി നിങ്ങൾ, അതിന് മുകളിൽ കുറേ മരങ്ങൾ നിൽക്കണം അല്ലേ, എന്ത് ഹൈറ്റാണെന്നൊക്കെ. പിന്നെ ഈ ഇത് കണ്ടോ, നിറച്ച് മീനാണ് ഇതിനകത്ത് കാണുന്നുണ്ടോ. ഫുള്ള് മീൻ, പല കളറുള്ള മീനുകൾ നമുക്ക് കാണാം. ഈ പച്ച കളർ മീൻ, മുകളിൽ പച്ച, തിളങ്ങുന്ന പച്ച, താഴെ മഞ്ഞ, അങ്ങനത്തെ മീനൊക്കെ
അക്വേറിയം പോലെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഉണ്ടോ, പൊത്തുപോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നേ തിര അടിച്ചിട്ടുണ്ടായ ഷേപ്പാണ് ഇത് മൊത്തം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വേലിയിറക്ക സമയം, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. വേലിയേറ്റം വരുമ്പോൾ ദേ ആ കാണുന്നതിൻ്റെ അത്രയൊക്കെ വെള്ളം വരും, അതായത് ഇതിൻ്റെ അത്രയൊക്കെ വരും. എന്നെക്കാളും പൊക്കത്തിലായിരിക്കും വെള്ളം. വേണ്ട കടൽ ഇത്രയും കയറും. അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലേ ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളല്ലേ. ഇതാണ് ആ സംഭവം കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നിങ്ങനെ വന്നേ. ഇതൊക്കെ കംപ്ലീറ്റ് കോറൽസ് ആകണ്ട, ഇതൊക്കെ പൊളിഞ്ഞ് വീണൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ ബ്രിഡ്ജിൻ്റെ അടിയിലെത്തി. ഇതാണ് ആ സംഭവം, നാച്ചുറൽ ബ്രിഡ്ജ്. കണ്ടാ അടിപൊളിയല്ലേ. ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം തെന്നി വീഴാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോക്കണം. അത്യാവശ്യം ഗ്രിപ്പുണ്ട്, എന്നാലും ചില ഭാഗത്ത് തെന്നി പോകുന്നുണ്ട്. ഇത് കണ്ട ഫുള്ളും മീനുകൾ കണ്ട. ഇത് നോക്കി കറക്റ്റ് അക്വേറിയം പോലെയാണ്. എന്തൊക്കെ കളറാണ്. അയ്യോ പൊളിയേട്ടാ. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതേ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതായത് ഒരു സ്വിമ്മിംഗ് പൂള് പോലില്ലേ നോക്കി, അതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. ഓക്കെ, നല്ല ഷേപ്പ്, കറക്റ്റ് ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂള്. എന്നിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോവും, തിര വരുമ്പോൾ അത് ഫില്ലാവും. നോക്കിക്കോട്ടാ ഇവിടെ വേണ്ട അടിപൊളി, അത് നിറഞ്ഞ്. അങ്ങനെ കുറേ ഉണ്ട്. ഈ കാണുന്ന മൊത്തം അങ്ങനത്തെ ഒരു സ്വിമ്മിംഗ് പൂള് പോലത്തെ സെറ്റപ്പാണ്. അടിപൊളി കണ്ടാ. അവിടെ അടിച്ച് കയറുന്നുണ്ട് വെള്ളം. കണ്ടാ, ഇതാണ്ട് ഇവിടുത്തെ കാഴ്ച. ഇവിടെ കുറേ ആൾക്കാർ തോർത്തൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിക്കണ്ടല്ലോ. കുറേ മീൻ പിടിച്ച് കൊണ്ടുപോകാൻ വേണമെങ്കിൽ നമുക്ക് അക്വേറിയത്തിൽ കൊണ്ടിടാം. അക്വേറിയം ഉണ്ടാക്കാൻ വേണമെങ്കിൽ. അതെ, ഭയങ്കര കോമഡിയാണ്. തോർത്തൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിക്കണം. അവിടെ വന്ന് ഒരാൾ വഴക്ക് പറഞ്ഞു, ഇവിടുത്തെ ലൈഫ് ഗാർഡാന്ന് തോന്നുന്നു. ഒരാൾ ഇവിടെ നോക്കാൻ നിൽക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ് നിങ്ങൾ ഫോട്ടോ എടുത്തോ, നേരിട്ട് കണ്ടോ, അല്ലാണ്ട് തന്നെ തുടരുതെന്ന് പറഞ്ഞു. മീനൊക്കെ പിടിച്ച് കുപ്പിലൊക്കെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഇത് കണ്ട, അയ്യോ എന്തോരം മീൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അയ്യോ എന്തോരം മീന, കരിമീൻ പോലത്തെ മീൻ കണ്ട, നിറച്ച് മീനാണ്. ഇവിടെ നോക്കാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ, ലൈഫ് ഗാർഡുണ്ട്. ആ ഓറഞ്ച് ടീഷർട്ട് ഉണ്ടോ, അങ്ങനെ 2-3 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടനത് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ അവർ വിസിലടിച്ച് കയറാൻ പറഞ്ഞു. ഭയങ്കര ഡേഞ്ചറാണ് ഉണ്ടാവുക, കാരണം തിര അടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. തിരിച്ച് കയറ്റൽ പാടായിരിക്കും, കാരണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ലേ. കോറലുമാണ്, നല്ല കട്ടിയുള്ള കോറലും. തലയടിക്കും, അതാ പ്രശ്നം. കയറവൻ ആയിക്കോട്ടെ. ഇവിടെ വന്നിങ്ങനെ അറിയും, നല്ല രസമുണ്ട്. ഇതേ കണ്ടാ അടിച്ച് കയറുന്ന നോക്കി. ഞാനേ ഈ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ ഇപ്പുറ സൈഡിലോട്ട് വന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് നടന്ന് അങ്ങറ്റം വരെ പോകാൻ പറ്റും. അവിടെ വേറെ നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ട്, അത് കൊള്ളാമല്ലോ. ഇവിടെ ശരിക്കും കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇത് നോക്കി, കോറൽസ് കണ്ടോ നിങ്ങൾ? അയ്യോ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ നിറച്ച് മീനുകളാണ്. ഇതുണ്ടോ, ഇതൊക്കെ ജീവനുള്ള കോറൽസാണ് കണ്ടോ. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ, ഗുഹ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് വെള്ളം അടിച്ചടിച്ച് കയറിയ മറ്റേ തുളയായി. ഇത് നമുക്ക് ഇടിഞ്ഞ് വീഴോട്ടെ ഏതെങ്കിലും കാലത്ത്. നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം. ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. നല്ല വെയിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മൊത്തം ഇങ്ങനെ കവർ ചെയ്തിട്ട് വന്നാൽ കുറേ നേരം നിൽക്കാം. വെള്ളവും കയ്യിൽ വേണം. വേറൊരു സംഭവം കാണിച്ചാൽ ഇത് കണ്ട, ഇത് സ്റ്റാർ ഫിഷാണ്. ഇത് കണ്ട, നമ്മൾ നേരത്തെ കണ്ടതോ അത് തന്നെയാണെന്ന് തോന്നുന്നു. സ്റ്റാർ ഫിഷാണ് ഇത് കാണുന്നത്. കാണാൻ പറ്റണ്ട കണ്ട, ഇങ്ങനെ പല വെറൈറ്റി ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാം. അതെ, കുറച്ചിങ്ങനെ നടന്നു വന്നാലേ പല വ്യത്യസ്തമായ കാഴ്ചകൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട, എനിക്ക് പുറകിലേക്ക് നോക്കി, ഈ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ. ഞാൻ ജസ്റ്റ് എന്നാൽ അവിടം വരെ നടക്കാനുള്ള പരിപാടിയാണ്. ആരും അങ്ങോട്ട് പോകണമെന്നില്ല. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് അവിടെ ഒരു വേറൊരു ടൈപ്പ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഈ കോറലിൻ്റെ മുകളിൽ കൂടി നടക്കാമെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, കുത്തിക്കൊള്ളും. അപ്പോൾ ചെരുപ്പ് നല്ലത് വേണം, അത്യാവശ്യം ഗ്രിപ്പുള്ളതാണെങ്കിൽ നല്ലതാണ്. പിന്നെ അവ വരുന്ന ഭാഗത്ത് ചെരുപ്പ് റെൻറ്റിന് കിട്ടും കേട്ടോ, അങ്ങനത്തെ പരിപാടി ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വേറൊരു നാച്ചുറൽ ബ്രിഡ്ജ്. ഇതെനിക്ക് തോന്നുന്നു അധികം പേര് കാണുന്നില്ലായിരിക്കും, കാരണം ഈ ഭാഗത്ത് ആരുമില്ല. ഇത് നോക്കി, ഇതും കൊള്ളാട്ടെ. ഇത് കുറച്ചും കൂടി വലുതാണ്, അടിപൊളി. പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് കണ്ട, ഇതിന് മുകളിൽ ഒറ്റയ്ക്കൊരു മരമൊക്കെ നിൽക്കണ നോക്കി. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ച. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നടന്നു വന്നാണ്. ഇനി നമുക്ക് തിരിച്ച് നടക്കാം. കണ്ടോ, അതേ അവിടെ മാത്രമേ ആൾക്കാരുള്ളതേ. എന്തായാലും വന്നല്ലേ, ഈ ഭാഗത്ത് എന്താണ് വ്യൂ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അതായത് ഇപ്പോൾ കണ്ട കോറൽ മറ്റേ നാച്ചുറൽ ബ്രിഡ്ജില്ലേ, അതിന് തൊട്ടിപ്പുറത്ത് അതിൻ്റെ പുറകു ഭാഗമാണിത്. ഇവിടെയും കംപ്ലീറ്റ് ഇത് കണ്ടോ, കോറൽസ് തന്നെയാണ്. ഇതാണ് ആ ഒരു മല, നേരത്തെ കണ്ട മരം.
ഓ ഇത് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അയ്യോ അതൊക്കെ ഏതാണോ ദ്വീപ്? അത് മറ്റേ റോസ് ഐലൻഡാണെന്ന് തോന്നുന്നത്. ഇത് കണ്ട ആരുമില്ല ഇവിടെ ഒന്നും, ഒരു മനുഷ്യനില്ല. എന്തോരം സ്ഥലമാണെന്ന് നോക്കി. യെസ്, ഇതപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അല്ല ഇനിയിപ്പോൾ തിരിച്ചു പോവാ ശരിക്കും. ഇങ്ങോട്ടേക്ക് അധികം പേരൊന്നും വരുന്നില്ല, അധികമല്ല ആരും വരുന്നില്ല. കണ്ട ആരും ഇല്ലാത്ത ഏരിയ, പൊളി സ്ഥലം. ഞാനേ ഇവിടെ നിന്ന് ഒരു കരിക്ക് മേടിച്ചാണേ. ഇതിൻ്റെ സൈസ് കണ്ട, എൻ്റെ തലയും ഈ കരിക്കും കൂടി നോക്കി. ഇത്രയും സൈസുണ്ട് കരിക്ക്. ഇവിടെ കരിക്ക് 70 രൂപയാണ്. ഞാൻ ലക്ഷ്മിപൂർ ബീച്ച് നമ്പർ 2 നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി നല്ല റോഡാണ് കേട്ടോ, അടിപൊളി റോഡ്. വീതി കുറവാണെങ്കിലും നല്ല റോഡാണ്. ഞാൻ പോകുന്ന വഴിയിലേ നോക്കുമ്പോൾ ക്രിക്കറ്റ് കളി, വിദേശികൾ വരെ വന്നിരുന്ന് കളി കാണുന്നു. നോക്കി, നല്ല അടിപൊളി ഗ്രൗണ്ട്. ആഹാ കൊള്ളാലോ. അപ്പോൾ നമ്മൾ അതും കണ്ട് ഇപ്പോൾ പോകുന്നത് ലക്ഷ്മിപൂർ ബീച്ച് നമ്പർ 1. അവിടെയാണ് സൺസെറ്റ് പോയിൻ്റ്. നല്ല ഭംഗിയിൽ സൺസെറ്റ് കാണാം. അത് ഏറ്റവും മുൻപത്താണ് ഈ ദ്വീപിൻ്റെ ഏറ്റവും അറ്റം. ഈ പോകുന്ന വഴിയൊക്കെ നോക്കി നല്ല രസമല്ലേ, വ്യത്യസ്ത മരങ്ങളൊക്കെയാണ്. ഇത് നോക്കി കൊള്ളാലോ, കിടിലൻ റൂട്ടാണ്. ഈ വഴി അടിപൊളിയാണ് കേട്ടോ, നല്ല റോഡാണ്. വീതി ഇത്തിരി കുറവാണെങ്കിലും നല്ല റോഡാണ്, കുണ്ടും കുഴിയില്ല. ഇതെന്താ ചെക്ക് പോസ്റ്റ് പോലെയാണുള്ള 2 മരങ്ങളൊക്കെ നോക്കി, അപ്പുറം ഇപ്പുറമൊക്കെ വലിയക്കാട്ടും മരങ്ങളൊക്കെ. കൊള്ളാട്ടെ, ഇത് കിടിലൻ റോഡാണ്, നല്ല റൂട്ട്. അമ്പോ ഇതെന്താണിത്, എല്ലാം വലിയ വലിയ മരങ്ങളാണല്ലോ. നമ്മൾ സ്ഥലത്തെത്തിയല്ലേ. ഇവിടെയാണ് കേട്ടോ സ്ഥലം. ഞാനിപ്പോൾ വന്ന ഭാഗം എന്ന് പറഞ്ഞാൽ 4 വീലേഴ്സ് പാർക്ക് ചെയ്യുന്ന കാർ പാർക്കിംഗ് ഏരിയയാണ്. നമുക്ക് 2 വീലർ പാർക്ക് ചെയ്യാനായിട്ട് ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് അങ്ങ് പോകണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, എന്നോട് ഒരാൾ ചോദിച്ചു പ്ലാനറ്റ്സ് കാണുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. എല്ലാ പ്ലാനറ്റും കാണാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം അനുസരിച്ച് വേഴവും കാണാം, ശുക്രനെയും കാണാം, വീനസും പിന്നെ ജൂപ്പിറ്ററും കാണാൻ പറ്റും. 500 രൂപ. അതായത് സൺസെറ്റ് കഴിഞ്ഞിട്ട് 6 മണിക്ക് ഈ ബീച്ചിൽ തന്നെയാണ്. അത് കിടിലൻ പരിപാടിയാണല്ലോ, കൊള്ളാലോ. അപ്പോൾ ഞാനത് എടുത്തു, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. യെസ്, അതിൻ്റെ കൗണ്ടർ അവിടെ ഉണ്ടാവും. വേണ്ട 500 രൂപ കാണാലോ. ഇവിടെ ടെലിസ്കോപ്പ് വെച്ച് നോക്കുന്ന പരിപാടിയായിരിക്കും, നോക്കാം എന്തായാലും. അപ്പോൾ 2 വീലർ ബീച്ചിൻ്റെ അടുത്ത് വരെ എത്തോടാ ഇവിടെ പാർക്ക് ചെയ്യാൻ സൈഡിൽ. 4 വീലർ ആണെങ്കിൽ കുറച്ചങ്ങ് മാറി ഒരു 100-300 മീറ്റർ മാറിയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരാം. ഇതേ ഈ ബോർഡ് കണ്ട, ഇതാണോ സംഭവം, ഗ്രഹങ്ങളെ കാണാൻ പറ്റും. സ്റ്റാർ ഗേസിങ് നൈറ്റ്. എന്തായാലും നോക്കാം. എല്ലാ ഗ്രഹങ്ങളെ കാണാൻ പറ്റില്ല എന്നാണ് ഇന്ന് പറഞ്ഞാൽ, ഓരോ ദിവസത്തിനനുസരിച്ചിരിക്കും. ഈ മരത്തിൻ്റെയൊക്കെ സൈസ് കണ്ടല്ലേ, എൻ്റെ പൊന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ടല്ലോ. സൺസെറ്റ് കാണാൻ കറക്റ്റ് ബീച്ച് അതാണെന്ന് തോന്നുന്നു. റൈറ്റിലോട്ട് വഴി നമുക്ക് ആദ്യം ഇങ്ങോട്ട് വന്നാൽ. ഇതേ ഇരിക്കുന്ന സാധനം ഇതാണ് മറ്റേ ടെലസ്കോപ്പ്. ഇതുണ്ട്, ഇത് വെച്ചാണ് നോക്കുന്നത് കേട്ടാ. നമുക്ക് ജൂപ്പിറ്ററൊക്കെ നേരിട്ട് കാണാമല്ലോ. ഞാൻ കുറേ ആൾ വിചാരിക്കണം ഈ സംഭവമൊക്കെ ഒന്ന് നേരിട്ട് കാണാം. ഇവിടെ വെച്ച് നടന്നു. ഇതിന് റേറ്റ് 600 പറയണ. പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ 500 ആക്കിയിട്ടുണ്ട്. പക്ഷേ 400 ആക്കുമെന്ന് തോന്നുന്നു. എന്തായാലും 500 കൊടുത്ത്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് എത്തി. ഇത് നൈസാണല്ലോ, അടിപൊളി ബീച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഈ ഒരു ദ്വീപിൻ്റെ, അതായത് ഷഹീദ് ദ്വീപിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റം ഉണ്ടാ, മുനമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ട ഏറ്റവും അറ്റമാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ ഹാവലോക്ക് ദ്വീപാണ്, സ്വരാജ് ദ്വീപ്. അത് നേരെ ഓപ്പോസിറ്റ് കാണാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മരമൊക്കെ ഇങ്ങനെ വീട് കിടപ്പുണ്ടേ. പക്ഷെ അത് നല്ല രസമുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനേ. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതുണ്ട്, നല്ല അടിപൊളി ബീച്ചല്ലേ. അപ്പോൾ സൺസെറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 5:30. ഇപ്പോൾ 5 മണി ആയിട്ടുള്ളൂ. ഇഷ്ടംപോലെ സമയം നമുക്ക് ഉണ്ട്. ഇതൊക്കെ ഈ കടൽ ഉണ്ടോ, ഇത് ഇറങ്ങാൻ പറ്റുമോ? പറ്റും. ദേ ആഴുമില്ല ഒട്ടും. നല്ല രസമല്ലേ, കിടിലൻ കടൽ. ബീച്ചിൻ്റെ ഈ ഒരു സൈഡിലേ കംപ്ലീറ്റ് കണ്ടൽ ചെടികളാണേ. നല്ല രസം കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പൊളിക്കും. ഇത് കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കി, അടിപൊളിയല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിലെ കാഴ്ച. ഇനി നമുക്ക് സൺസെറ്റ് നടക്കണ ഭാഗത്തോട്ട് പോവാം. അത് നേരെ അപ്പുറത്ത് ഈ സൈഡിലോട്ട് വരുമേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 തിരമാലകൾ വരും. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം. ആ സൈഡിൽ നിന്നും തിരമാല വരുന്നു, ഈ സൈഡിൽ നിന്ന് തിരമാല വരുന്നു. അത് രണ്ടും കൂടി കൂട്ടിയിടിക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. 2 സ്ഥലങ്ങളിൽ നിന്ന് വന്ന തിരമാലകൾ കൂട്ടിയിടിക്കുന്നു. യെസ്, അപ്പോൾ സൺസെറ്റ് ടൈം ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ ആൻഡമാനിൽ വന്ന ശേഷമുള്ള മറ്റൊരു മനോഹരമായ സൂര്യാസ്തമയം കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടാ, കടലിലോട്ട് താഴ്ന്നു പോകുന്ന സൂര്യൻ. അടിപൊളി കാഴ്ച കണ്ടോ. ഇത് കണ്ടോ, നല്ല തെളിനീര് വെള്ളം, നല്ല അടിപൊളി കടലാണ് ഇവിടെ. അതെ, വേറൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ശരിക്കും കടലിലോട്ടല്ല കേട്ടോ സൂര്യൻ പോകുന്നത്,
നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡമാൻ ദ്വീപാണ്. അതായത് മെയിൻ ആൻഡമാൻ ഇല്ലേ, സൗത്ത് ആൻഡമാൻ ആ ഏരിയയാണ്, പോർട്ട് ബ്ലെയറൊക്കെ ഇല്ലേ, ആ ഏരിയയാണ് ആ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടായിരിക്കും സൂര്യൻ അസ്തമിക്കണേ. എന്തായാലും കൊള്ളാം. ഒരുപാട് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ബീച്ചിൽ കിട്ടിലും മരങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട, ഈ ആൻഡമാനിലെ ബീച്ചുകളുടെ ഒരു പ്രത്യേകതയാണ് ബീച്ചിൽ തന്നെ ഇത്രയും ഹൈറ്റുള്ള മരങ്ങൾ. എന്ത് രസമെന്ന് നോക്കിയേ. വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ്. അതായത് മറ്റേ ജുറാസിക് പാർക്കോ അങ്ങനത്തെ ഒരു ഫീലൊക്കെ തരുന്ന ഭയങ്കര വലിപ്പമുള്ള മരങ്ങൾ. ഇതിനകത്ത് മഹാഗണിയുണ്ട്, അതുപോലെ തന്നെ മഹുവ എന്ന് പറയുന്ന ഒരു മരമൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ മരങ്ങളൊക്കെ കാണാൻ കണ്ട. തീരത്ത് തന്നെയാണ് കേട്ടോ, ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട. യെസ്, സൂര്യൻ അസ്തമിച്ചില്ല, പക്ഷേ മേഘം വന്ന് മറച്ചു കളഞ്ഞ്. ശരിക്ക് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നീല ഐലൻഡിൽ, അതായത് ഷഹീദ് ദ്വീപിൽ ഒരു 2 ദിവസങ്ങളിൽ നിൽക്കണമായിരുന്നു. ഞാനിവിടെ ഒരു ദിവസം എടുത്തുള്ളൂ, അതൊരു മണ്ടത്തരമായിപ്പോയി. ഇതിനു മുമ്പ് ബാലി പോയപ്പോഴും ഇതുപോലെ ഒരു മണ്ടത്തരം കാണിച്ച്. ആ നുസാപ്പിനിടയിൽ ഞാൻ പെട്ടെന്ന് ഒരു ഡേ ട്രിപ്പ് നടത്തിയിട്ട് വന്നു. അതുപോലെ കിടിലൻ സ്ഥലമാണ് ഇതും. അതായത് ഇവിടെ ശരിക്കും 2 ദിവസം നിൽക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സമാധാനമായിട്ട് റിലാക്സ് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു ഭംഗിയോ, അതായത് ഇവിടെ ശരിക്കും 2 ദിവസം നിൽക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സമാധാനമായിട്ട് റിലാക്സ് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു ഭംഗി നോക്കി. ഈ പുറയിലെ മരങ്ങളൊക്കെ കണ്ട ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അതായത് വേറെ ഒരു വിദേശ രാജ്യത്ത് പോയ പോലത്തെ ഒരു ഫീലൊക്കെയാണ് ചെറു കളിക്കണവർ. എനിക്ക് ഈ മരങ്ങൾ കണ്ടിട്ടാണ് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. സൂര്യനൊക്കെ പോയി കണ്ടോ, അടിപൊളിയല്ലേ. ശരിക്കും ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് മലയാളികൾ കൂടുതലായിട്ട് ഇവിടെ വരാത്തതെന്നാണ് ഞാൻ ആലോചിക്കണം. ഒരുപാട് പേരുന്ന് അങ്ങനെ വരുന്നുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഒരുപാട് പേര് സെലക്ട് ചെയ്ത് വരുന്നൊരു ഡെസ്റ്റിനേഷൻ അല്ല. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ പ്രത്യേകിച്ച് ഹണിമൂൺ വരുന്നവർ അല്ലെങ്കിൽ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സ്ഥലത്ത് വരണം. ഒരു 2 ദിവസമെങ്കിലും നീൽ ഐലൻഡിൽ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്കിനി പോയിട്ട് മറ്റേ ആകാശത്തുള്ള പരിപാടി കാണാം അല്ലേ. ഇവിടെ ബീച്ചിനോട് ചേർന്ന് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ ഫുഡ് സ്ട്രീറ്റ് ഇല്ലേ, അതേപോലത്തെ സെറ്റപ്പ്. ഇവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. കണ്ട എന്നാ സെറ്റപ്പാണല്ലേ, കൊള്ളാലോ. ഇത് കണ്ട, ഫ്രഷ് ഗ്രില്ലൊക്കെ ഉണ്ട്. ഗ്രില്ല് ഫിഷ് ചെയ്തൊക്കെ തരും. 1 സെറ്റപ്പ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. കണ്ട കൊള്ളാടാ. ഈ ഒരു ബീച്ചിൽ വരുമ്പോഴേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് ടോയ്ലറ്റാണ്. ഇവിടെ ബീച്ചിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പക്ഷേ അത് ടെമ്പററി ക്ലോസ് ചെയ്ത് ഇട്ടേക്കാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ആ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഉണ്ടെന്നാണ്. അത് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ ബീച്ചിനോട് ചേർന്ന് ഇപ്പോൾ നിലവിൽ ടോയ്ലറ്റ് സൗകര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു വാഹന നിരീക്ഷണം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ വണ്ടി ഇവിടെ കിട്ടില്ല. കാരണം ഇത് 6 മണിക്കാണ്. ഈ സൺസെറ്റ് കഴിയുന്നതോടുകൂടി എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങും. അപ്പോൾ അവർക്കൊക്കെ വണ്ടി കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നില്ലെങ്കിൽ ആകെ പണിയാവും. 2 വീലർ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഇവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ 2 വീലറായിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും സൗകര്യം ഇല്ലെങ്കിൽ പാടായിരിക്കും തിരിച്ചു പോകാനായിട്ട്. കണ്ടോ, അപ്പോൾ സമയം ഇപ്പോൾ 5:45. അപ്പോൾ സമയം 6 മണി. നമ്മൾ വാഹന നിരീക്ഷണം നടത്താൻ പോവാണ്. അത് ഈ സംഭവം കണ്ട, ഇങ്ങനത്തെ സാധനം വെച്ചിട്ടാണ്. ഇത്രയും വലുതാണ്ടോ, നല്ല സൈസുണ്ട്, എൻ്റെ അത്രയും പൊക്കമുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് നോക്കാൻ പോണം. എന്തൊക്കെ കാണുന്നതെന്ന് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അതായത് ഞാൻ മൊത്തം ഇപ്പോൾ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് നിർത്തും, അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കാണാം. ഞാൻ എന്തൊക്കെ കാണുന്നതെന്ന് പറയാം. അങ്ങനെ വാഹന നിരീക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഒരു സംഭവം വന്നില്ല. കുറച്ച് സ്റ്റാറുകളെ ഒക്കെ കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരിട്ട് നോക്കുന്ന തന്നെ ഒരു പൊടിക്ക് സൂം ചെയ്ത് തിളങ്ങുന്ന കാണാത്രേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഒന്നുമില്ല. പിന്നെ ജുപ്പിറ്റർ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് കാണാം. അതിൻ്റെ ഒരു ബ്രൗൺ കളർ 2 ലൈനുകൾ ഇങ്ങനെ പോലെ അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തുള്ള 1-2 അതിൻ്റെ ചന്ദ്രനെയൊക്കെ കാണാൻ പറ്റി. എന്ന് വെച്ചാൽ ജസ്റ്റ് നക്ഷത്രം പോലെ തന്നെ കാണുന്നുള്ളൂ, അല്ലാണ്ട് ഭയങ്കര ക്ലോസ് ആയിട്ടല്ല കാണുന്നത്. അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു റെഡ് കളറിലെ സ്റ്റാർ, യെല്ലോ സ്റ്റാർ. യെല്ലോ എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ അതായത് സ്റ്റാർ റെഡായിട്ടാണ് കാണണമെങ്കിൽ അതിൻ്റെ അവസാന സ്റ്റേജിലാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ കണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ തിളങ്ങുന്നത് കാണുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കാണത്തില്ല. പിന്നെ ഈ പരിപാടി ഇവിടെ 300 രൂപ കിട്ടേ പക്ഷേ ലാസ്റ്റ് ടൈമിൽ എടുക്കണം. ഞാൻ 500 രൂപ കൊടുത്തല്ലോ, പക്ഷേ വില പേശി 300 രൂപ വരെ എത്തിക്കാൻ പറ്റും. ഒരു ഇത്തിരി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിൽ ആണെങ്കിൽ 300 രൂപ ഉള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ട് നടന്നവന് വഴിക്ക് ഒരാൾ ഇത്
വേണമെന്നൊക്കെ ചോദിച്ചു. 300 രൂപ ഉള്ളൂ പറഞ്ഞു. ഞാൻ പറയാം 300 രൂപ. ഞാൻ പറയാം ഓൾറെഡി ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ചിവിളി ചിരിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ 300 രൂപയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചിനി സ്റ്റേയിലോട്ട് പോകുന്നു ബീച്ചിൻ്റെ അവിടെ നിന്ന്. യെസ്, അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ഒരു പാക്കേജ് ബുക്ക് ചെയ്യാൻ ആലോചിക്കുന്നുവെങ്കിൽ ഈ trip.in എന്ന ട്രാവൽ ഏജൻസിയെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് പാക്കേജ് ആയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമുള്ള കസ്റ്റമൈസ്ഡ് ട്രിപ്പും ഇവർക്ക് ഒരുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്.